കുമളിയിൽ ലീഡർ കെ കരുണാകരൻ പി.ടി. തോമസ് അനുസ്മരണം നടത്തി. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത്. എ.ഐ.സി.സി അംഗം അഡ്വക്കേറ്റ് എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ 14ാം ചരമവാർഷികവും ഇടുക്കി മുൻ എം പി പി.ടി. തോമസിന്റെ 3ാം ചരമവാർഷികവും സംയുക്തമായിട്ടാണ് നടത്തിയത്. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട് അപേക്ഷ വെച്ച യോഗം എ.ഐ.സി.സി അംഗം അഡ്വക്കേറ്റ് എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് നേതാക്കളാണ് ഇരുവരുമെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ഈ 100 കോടി കൂടി ഉണ്ടായെങ്കിൽ വിമാനത്താവളം പണിയാരംഭിക്കുന്നു. 100 കോടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 100 കോടി ഉണ്ടായി. ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. കരുണാകരന്റെ വാക്കിലാണ്, ആ വിശ്വസതയിലാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പണം ഉണ്ടായത്. പിന്നെ കേന്ദ്ര അനുമതി വേണം. ഇന്ന് അതേ മോഡലിലാണ്, സിയാൽ മോഡലിലാണ് വിമാനമുള്ളത്, ബാംഗ്ലൂർ വിമാനത്താവളമുള്ളത്. സിയാൽ മോഡലാണ് ഹൈദരാബാദ് വിമാനത്താവളമുള്ളത്. കേരള മോഡൽ ഇന്ത്യയിൽ പറയുന്നത് സിയാലാണ്. ആ സിയാന്റെ ഉപജ്ഞാതാവാണ് കരുണാകരൻ. കേരളത്തിൽ കരുണാകരൻ കൈവച്ചതെല്ലാം പൊന്നുവിളയുടെ സംഭാവന. പക്ഷെ പി.ടി. തോമസ് ഇല്ലെങ്കിലും ആ പുസ്തകം എഡിറ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ശേഷി, അദ്ദേഹത്തിന്റെ അധ്വാനം, മടുപ്പെന്ന കാര്യം ജീവിതത്തിലില്ല. ഒരാളുടെയും അടങ്ങിയിരിക്കാൻ സമ്മതിക്കത്തില്ല. അനുസ്മരണ യോഗത്തിൽ ഡി.സി.സി ജനറൽ സെക്രട്ടറിമാരായ ചന്ദ്രശേഖരൻ, ആർ ഗണേശൻ, അബ്ദുൾ റഷീദ്, നേതാക്കളായ ഷാഫുൽ ഹമീദ്, എം വർഗീസ്, അഷ്റഫ് പീരുമേട്, ഹൈദരസ് ബിരാൻ, മജോ കരിമുട്ടം, പി.പി. റഹീം, മറ്റു നേതാക്കൾ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.